പ്രൊഫസർ NS മാധവനാണ് നമുക്കൊപ്പം ചേരുന്നത്. സാറേ, വലിയൊരു സമരമാണ് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്. അതിനെ ഭീകരമായിട്ടാണ് ഭരണകൂടം നേരിടുകയും ചെയ്യുന്നത്. എന്താണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്? ഭരണഘടനയുടെ 19-ാം ആർട്ടിക്കിൾ അനുസരിച്ച് ഇന്ത്യയിൽ സമാധാനപരമായി പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ പ്രതിഷേധത്തെ നിയമവിരുദ്ധമായിട്ടാണ് സർക്കാർ നേരിടുന്നത്. ഇത് ഒരു പരീക്ഷ നടത്തിപ്പിൻ്റെ പ്രശ്നമല്ല, അതിനൊക്കെ എത്രയോ വലുതായി. ഈ കുട്ടികളുടെ മാതാപിതാക്കളും അവരുടെ അയൽക്കാരുമെല്ലാം ഈ സമരത്തിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതൊരു വലിയ വിപ്ലവത്തിൻ്റെ തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഒരു വലിയ മാറ്റത്തിൻ്റെ. കാരണം രാഷ്ട്രീയരായ കുറേ കുട്ടികൾ രാജ്യത്തെ തന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ വലിച്ചഴച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്, സമരത്തെ നേരിടുന്നത്. അവരെ കിലോമീറ്ററുകൾ അപ്പുറത്ത് കൊണ്ടുപോയി സ്റ്റേഷനിൽ വെറുതെ കേസ് രജിസ്റ്റർ ചെയ്യാതെ തടവിൽ പാർപ്പിക്കുന്നു, പിന്നീട് ഇറക്കി വിടുന്നു. ഇത്തരത്തിലാണ് ഈ സമരങ്ങളെയെല്ലാം ഭരണകൂടം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വരും കാലങ്ങളിൽ വലിയ സമരങ്ങളിലേക്ക് പോകും എന്ന് കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇത്തരം കൂട്ടായ്മകളായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. സാറ് ഇങ്ങനെ ഈ സമരം വളരും എന്നതാണോ കാണുന്നത്? ഇങ്ങനെയാണ് ഇല്ല, ഇതിനു മുമ്പ് തന്നെ ഇത്തരത്തിലൊരു സമരം ഉണ്ടായിരുന്നു. അത് കർഷക സമരമാണ്. അതിനെ നേരിട്ടത് വളരെ മുമ്പൊന്നും കാണാത്ത രീതിയിൽ ഡൽഹിയിലെ അതിർത്തികളിലെ റോഡുകളിൽ ആണി വിരിച്ചുകൊണ്ടാണ്. അപ്പോൾ പ്രതിഷേധം കൊണ്ട് ഇന്ത്യയിൽ നേടിയിട്ടേ ഉള്ളൂ. ഒരു പ്രതിഷേധത്തെയും ജാലിയൻവാല ബാഗിൽ 10,000-കണക്കിന് ആൾക്കാരെ കൊന്നു വീഴ്ത്തിയത് തൊട്ട് എമർജൻസി കാലം, JP മൂവ്മെൻറ്റ്, കർഷക സമരം തുടങ്ങിയ എല്ലാ പ്രതിഷേധങ്ങളും അവസാനം വിജയിക്കുകയുള്ളൂ. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ഗുണവത്തത. അതാണ് ഈ പ്രക്ഷോഭം വിജയിക്കുക തന്നെ ചെയ്യും എന്നതാണ് പ്രൊഫസർ NS മാധവൻ പറയുന്നത്. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് സബിഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ രാംഷാ CP റിപ്പോർട്ടർ, കൊച്ചി.